ഹായ് സുഖല്ലേ? ഇൻട്രോ വീഡിയോ വീണ്ടും എടുത്തു വെച്ചു. ഏത് വീണ്ടും തുടങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് നിങ്ങള് മറ്റേ ഇത് കണ്ടിട്ടുണ്ടാവില്ലോ, ഇത് ഷോർട്സ് പകുതി കാര്യങ്ങൾ ഓർമ്മ നിൽക്കുന്നില്ല. അപ്പൊ എന്നിട്ട് നോക്കെ ഉണ്ടാവും കേട്ടോ. ആദ്യമേ തന്നെ പറയാം, ക്ഷമിക്കാം. പിന്നെ ചിലപ്പോൾ ശബ്ദം ഒത്തിരി കുറവുണ്ടാവും. എനിക്ക് വീണ്ടും എഡിറ്റ് ചെയ്ത് വീണ്ടും ശബ്ദം കേട്ടാനുള്ള ഒരു ഇതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് വർത്താനം പറയണത് മാക്സിമം ശബ്ദം കൂട്ടിയിട്ടിട്ട് അധികം ഉറക്കം പറയാനും പറ്റില്ല, കുമാരി എണീക്കും. അത് ഒരു കാര്യം. അപ്പം നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. അപ്പം എന്തായാലും ഒരു ഇൻട്രോ ഷോർട്സ് എടുത്തു. അപ്പം പിന്നെ ഞാനൊരു കുഞ്ഞ വീഡിയോയും കൂടി കൂട്ടത്തിൽ എടുത്ത് വെക്കാം. ഇപ്പോൾ ഒരു ത്വരയുണ്ട്. കൊച്ചെണീറ്റ് കഴിഞ്ഞ് കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും നടക്കില്ല. പിന്നെ നാളെ ചിലപ്പോൾ എൻ്റെ മൂഡ് ഇങ്ങനെ ആയിരിക്കില്ല. അറിയാലോ, പോസ്റ്റ്മോർട്ടം അല്ല, പോസ്റ്റ്മോർട്ടം സോറി, പോസ്റ്റ് പാട്ടം മമ്മിയാണേ. അപ്പോൾ ഞാൻ ഷോർട്ടായിട്ട് കാര്യങ്ങൾ കുറച്ച് പറയാം. അപ്പോൾ എനിക്ക് ബേബി ഉണ്ടായി. ഇപ്പം ബേബിക്ക് 5 മാസമായി. ഗേളാണ്. പേരിട്ടിരിക്കുന്നത് അൻവി എന്നാണ്. ഞാനും ആനന്ദേട്ടനൊക്കെ സ്നേഹത്തോടെ അൻപ് മണിന്ന് വിളിക്കും, അൻപ് എന്ന് വിളിക്കും. ചേച്ചിയുടെ ഈശനിയാനൊക്കെ 1-2 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഷുണ്ട്രി എന്ന് വിളിക്കും. കുറെ പേരുണ്ട് കുട്ടി വലുതാവുമ്പോൾ കുട്ടിക്ക് കുറേ പേരുകളുണ്ട്. ഷുണ്ട്രി മണിയുണ്ട്, അച്ഛമ്മയുടെ അച്ചാച്ചൻ്റെ സ്വർണ്ണമാണ്, പിന്നെ ഞങ്ങളുടെ അൻപാണ്, ഷുട്ടുമണി, കുറേ ഉണ്ട് പേര്. അപ്പോൾ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ. അപ്പോൾ ബേബീനെ കുറിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ ചെറുതായിട്ട് ഞാൻ സോളിഡ്സ് ഒക്കെ തുടങ്ങി. പിന്നെ ബേബി ഉണ്ടായ നേരത്തെ കേട്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റീലിലൊക്കെ കാണുന്നത് സത്യമായിരുന്നു എന്ന് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ വേറെ എന്താ പറയാനുള്ളത്? അയ്യോ, എന്താ പറയാനുണ്ടായിരുന്നല്ലോ. ഞങ്ങള് മുംബൈയിൽ നിന്ന് പോന്നു. ആനന്ദേട്ടന് മൈസൂർക്ക് ട്രാൻസ്ഫറായി. അപ്പം ഞാനൊരു 3 മാസം കഴിഞ്ഞ് ബേബിയുടെ ആ ഒരു 3.5 മന്ത് വാക്സിനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങ് പോന്നു. അപ്പം ഞാനും ബേബിയും ആനന്ദേട്ടനും മാത്രമാണ്. ആനന്ദേട്ടൻ രാവിലെ ജോലിക്ക് പോയാൽ ഞാനും എൻ്റെ കൊച്ചും. അപ്പോൾ ഊഹിക്കാലോ കാര്യങ്ങളൊക്കെ. ചില ദിവസം നല്ല ടെററാണ് ഞാൻ, ചില ദിവസം അൻപ് അലമ്പാണ്. അപ്പോൾ അങ്ങനെ ഞാനും അൻപും ആനന്ദേട്ടനും കൂടിയിട്ടുള്ള ലൈഫ് അങ്ങനെ പോണു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തൊക്കെ കുറേ കുട്ടികളുണ്ട്. വൈകുന്നേരങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ പുറത്തേക്കൊക്കെ പോകും. അപ്പം അൻപിനൊരു സന്തോഷം, എനിക്കും ഒരു സന്തോഷം. അങ്ങനെ ലൈഫ് പോകുന്നു. പിന്നെന്താ, പോസ്റ്റ്മോർട്ടത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭീകരമായിട്ടൊന്നും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. എന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് വിഷമുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മോൾസ്റ്റുബിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ പതിയെ പറയും. ഇത് വലിയ വീഡിയോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കേൾക്കാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അതൊക്കെ പിന്നെ പറയാം, നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ ശരി, കൊച്ചെണീക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. ചായ കുടിച്ച പാത്രം ഇതുവരെയായിട്ടും കഴുകിയിട്ടില്ല. അപ്പോൾ ശരി, ബൈ. പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ശരി, വീണ്ടും